Today's welcome back to Market Waves. Nifty, Bank Nifty and Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 22,705 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 22,617 എന്ന ലെവലിലാണ്. ഏതാണ്ട് 88 പോയിന്റിന്റെ മൈനസിൽ. അവിടെ ഓപ്പണായ ഉടനെ തന്നെ അതൊരു സപ്പോർട്ട് സോണായാണ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത്. അഥവാ ഈ ഏരിയ ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് റെസിസ്റ്റൻസ് ഏരിയ ആയി മാറുകയാണ് ചെയ്യുക. ഓക്കെ, എന്തായിരുന്നാലും ഇവിടുന്ന് ഇത് ഒരു സപ്പോർട്ട് സോൺ ആണ്. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുകയാണ് ചെയ്തത്. ഇതിനു മുമ്പും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തരത്തിൽ ലോ ആയി ക്ലോസ് ആയാൽ വീണ്ടും കൃത്യമായി ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയയിലോട്ട് എത്തുമ്പോൾ തന്നെ ഒരു സെല്ല് ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ ഏരിയയിൽ നിന്ന് കൃത്യമായും പെട്ടെന്ന് തന്നെ ഒരു ബൈ എടുക്കാനും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സെല്ല് കൊടുത്ത് അതിന് തൊട്ട് മുകളിലുള്ള നമുക്ക് ഈ ക്ലോസിംഗ് ലെവലോ അതല്ല തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാവുന്നതാണ്. അത്തരം ഒരു വിപതി ധൈര്യം കാണിച്ചവർക്ക് വളരെ ക്ലീനായി ലോ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലോട്ട് ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടി. കൃത്യമായും അത് ഈ ഓപ്പണിംഗ് ലെവൽ വരെയായിരുന്നു വന്നത്. അതിനുശേഷം അവിടുന്ന് വീണ്ടും സെല്ലാവുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഏരിയയിൽ വളരെ നേരം മണിക്കൂറുകളോളം പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തത് എല്ലാവരെയും കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ടാകാം. ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നത് കണ്ട് ഞാൻ ഈ ഏരിയയിൽ നിന്നും ഒരു ബൈ ജനറേറ്റ് ചെയ്യാം എന്ന കണക്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്നും ഒരു ബൈക്ക് വേണ്ടി കൊടുത്തിരുന്നു. ഞാൻ ഇവിടെ ഒരു കോൾ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിൽ മുകളിൽ ക്ലോസ് ചെയ്യാതെ ജസ്റ്റ് വരുന്നത് കണ്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. വീണ്ടും വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നൽകേണ്ടതാണ്. എന്നാൽ അവിടെ 5 മിനിറ്റിൽ ഒരു അപ്വേർഡിന് ശ്രമിച്ചെങ്കിൽ പോലും പ്രൈസ് അവിടെ നിൽക്കാതെ വീണ്ടും ലോ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വാട്സപ്പ് ചാനലിൽ നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത, ഇന്നത്തെ ലെവലിന് താഴെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് തന്നെ മൂവ് ചെയ്തേക്കാം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന ആ ബ്ലാക്ക് ലൈനിലോട്ട് പ്രൈസ് റിവേഴ്സ് വന്നു. ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഇവിടെ എൻ്റർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. വളരെ വളരെ വലിയ ഒരു ടാർഗറ്റിലോട്ട് അത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാനും കഴിഞ്ഞിരുന്നു. തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ ഇവിടുന്ന് പ്രൈസ് വീണ്ടും അതേ ലെവലിലോട്ട് വരികയായിരുന്നു ചെയ്തിരുന്നത്. ഞാനിത് എനിക്കൊപ്പം ഉണ്ടായിരുന്നവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ചാൻസുകൾ. അപ്പോൾ നാളേക്ക് ഈ ലെവലുകൾ ഉപയോഗിച്ച് ഇന്നത്തെ മൂവ്മെന്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുക എന്നൊന്ന് പരിശോധിക്കാം. 22,583 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,460 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല റേഞ്ചാണ്. അതുകൊണ്ട് 22,494 എന്ന മറ്റൊരു ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ഗ്രീൻ ലൈനിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ 22,604 മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിലാണ് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് തൊട്ട് അടുത്തുള്ള സപ്പോർട്ട് സോണുകളിൽ നിന്നുകൊണ്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളായി നമ്മൾ കരുതാവുന്ന ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത് ചെറിയ പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുക, വീണ്ടും ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുക, ഇങ്ങനെ റിപ്പീറ്റ് ആയി ഡൗൺ സൈഡിലോട്ട് ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ
പ്രൈസ് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് തുടർന്ന് ഒരു ഡിക്ലൈൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അങ്ങനെ ഡിക്ലൈൻ വരികയാണെങ്കിൽ അത് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 22,345, 316, 269 എന്നീ ലെവലുകളാണ് ഞാൻ പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 191, 132 എന്ന ലെവലുകളും ഉണ്ട്. ആ ലെവലുകളിലോട്ടൊന്നും പ്രൈസ് താഴ്ന്നു വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് എന്ന് നോക്കാം. 49,040 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 48,527 എന്ന ലെവൽ ആദ്യത്തെ സപ്പോർട്ട് സോണും. ഇവിടെ ഒരു 48,662 എന്ന ലെവൽ ഒരു സപ്പോർട്ട് സോണായി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഞാൻ സാധാരണയായി ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നിവയ്ക്ക് ഉപയോഗിക്കുക. ആ 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പ്രകാരം പ്രൈസ് ആക്ഷൻ നൽകുന്ന ഡയറക്ഷനിലോട്ട്, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രൈസ് അപ്വേർഡ് തന്നെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് കൺവിൻസ് ആക്കാൻ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 49,040 എന്ന ആദ്യത്തെ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 49,181, 49,306, 49,352, 49,392, 513, 513, 588, 648 എന്നിങ്ങനെ. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, ആദ്യത്തെ സപ്പോർട്ടിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. തുടർന്ന് അങ്ങനെ ഡൗൺ സൈഡ് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 48,527, 48,401, ഇന്നത്തെ ലോയായ 48,307, അതിനുശേഷം 48,209, 108, 47,963 എന്ന ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ഇന്നത്തെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 74,204 ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 73,808 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ട്. അപ്പോൾ അതിനിടയിൽ 73,915 എന്ന ഒരു ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനേക്കാൾ മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് തന്നെ പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് സ്ക്രീനിൽ കാണുന്നവ. 74,366, 452, 492, 679, 765 എന്നിങ്ങനെയാണ് ആ ടാർഗറ്റുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. 74,983, 75,083 എന്നിങ്ങനെ. എന്നാൽ ഡൗൺ സൈഡിലോട്ടാണ് ഒരു ട്രെൻഡ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 73,808 താഴെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അതായത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന പിന്നീടുള്ള പ്രധാന ടാർഗറ്റ് ഇന്നത്തെ ലോയാണ് 73,667. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് സ്ക്രീനിൽ കാണാമെന്ന് കരുതുന്നു. 73,503, 73,400, 73,233 എന്ന ലെവലുകളാണ് അവ.
അപ്പം ഇന്ന് പുതുതായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ, ഗുണകരമായി തോന്നുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്